ഒരു ട്വിസ്റ്റ്, 2 ട്വിസ്റ്റ്, 3 ട്വിസ്റ്റ്, ചറപറ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകളൊക്കെ ഇറങ്ങാറുണ്ട്. അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് നമുക്ക് വർക്കാവും, ആഹാ കൊള്ളാലോ എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ ഒരു ട്വിസ്റ്റ് പോലും വർക്കാവാത്ത സിനിമകൾ നമുക്ക് വേണമെങ്കിൽ പരിപ്പുവട ത്രില്ലർ എന്നൊക്കെ വിളിക്കാം. ആക്ച്വലി ഈ മിറാഷ് എന്ന് പറയുന്ന പേരുണ്ടല്ലോ, ഇത് അറം പറ്റിപ്പോയി. കാരണം ഉള്ളിലേക്ക് പോകുന്തോറും ഒന്നുമില്ലാത്ത ഒരു സിനിമ, അതാണ് യഥാർത്ഥത്തിൽ മിറാഷ്. കഥയിലൊരു ക്രൈം നടക്കുന്നു, ആ ക്രൈം മൂലം കഥാപാത്രങ്ങൾക്കൊരു പ്രശ്നം വരുന്നു, ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെയാണല്ലോ സാധാരണ കഥ പോകുന്നത്. പക്ഷേ ഇതിനകത്ത് നായികയുടെ കാമുകനെ കാണാനില്ല, അതുപോലുള്ള ആ ഒരു മെയിനായിട്ട് വരുന്ന കോൺഫ്ലിക്റ്റ്, ഇതൊന്നും തന്നെ യാതൊരു വിധത്തിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. യാതൊന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാത്തതിൻ്റെ കൂടെ ഈ സിനിമയിൽ വരുന്ന ക്യാരക്ടേഴ്സ്, ഈ ക്യാരക്ടേഴ്സിനോട് യാതൊരു വിധ കണക്റ്റും തോന്നുന്നില്ല. ഇതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ട് തോന്നി ഇതിനകത്തൊരു ഗുണ്ട ക്യാരക്ടർ ഉണ്ടല്ലോ, അയ്യോ എനിക്ക് ആ ആക്ടറുടെ പേരറിയായിരുന്നു, തമിഴിലൊക്കെയുള്ള മൈനയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി അത് ഒരു തോക്കും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുകയാണ്. ഈ പടത്തിൽ ആക്ച്വലി കോമഡി ചെയ്യാനായിട്ട് വേറെ സ്റ്റാറൊന്നുമില്ല, വേറെ താരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പുള്ളി ആ പോർഷൻ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ചില മട്ടും ഭാവമൊക്കെ കാണുമ്പോണ്ടല്ലോ നല്ല രീതിയിൽ കോമഡിയായിരുന്നു. ഇൻ്റർവെല്ലിൽ ആക്ച്വലി ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ആ ട്വിസ്റ്റ് കണ്ടപ്പോൾ എന്താടാ നീ ഞെട്ടിയില്ലേ എന്ന് ജിത്തു ജോസഫ് ചോദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ പടം തുടങ്ങി ആ ക്യാരക്ടർ സ്ക്രീനിൽ വന്നപ്പോൾ മുതൽ നമ്മൾ ഈ സംഭവം എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ആ സീൻ വരും, ഇപ്പം തന്നെ ഈ ട്വിസ്റ്റ് വരും, എന്തെങ്കിലുമൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കണ്ടേ. യാതൊരു വിധത്തിലും ഒന്നും ഈ പടത്തിൽ ഇൻ്റർവെൽ വരെയില്ല. ഇനി ഇൻ്റർവെല്ലിന് ശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരുപാട് ട്വിസ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൺവിൻസിങ് ആയിട്ട് കാണിക്കണം. നമ്മൾ ഈ ട്വിസ്റ്റിങ് സംഭവങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഥുനത്തിൽ ഇന്നസെൻ്റ് നിൽക്കുന്നില്ലേ, കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു ഫീലാണ്. സ്ക്രിപ്റ്റ് പോട്ടെ, നമുക്കിപ്പോൾ ഒരു ആംഗിൾ, ഒരു ഷോട്ട് വെക്കുന്നു, ആ ഷോട്ടിൻ്റെ കളറിങ് അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഇപ്പോൾ ടെക്നിക്കലി ആ കുഴപ്പമില്ല. കാരണം നമ്മൾ ഈ 2-2.5 മണിക്കൂർ ഒരു സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കി വയ്ക്കുമ്പോൾ അതിനകത്ത് വരുന്ന സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ടെക്നിക്കലി അതിൻ്റെ കളറിങ് സൈഡാണെങ്കിലും അല്ലെങ്കിൽ ക്യാമറ വെക്കുന്ന ആംഗിളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഒന്നും പറയാനില്ല. ആക്ച്വലി ഈ സിനിമേനെ സീരിയലൊന്നുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ സീരിയലൊക്കെ നല്ല ബഡ്ജറ്റിൽ, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ, നല്ല കിഡിലനായിട്ടാണ് എടുക്കുന്നത്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആസിഫ് അലി ആണെങ്കിലും അപർണ ബാലമുരളി ആണെങ്കിലും ഇമ്പ്രസ് ചെയ്യിക്കുന്ന കാര്യമായിട്ടൊന്നും കണ്ടില്ല. ഹന്ന റജി ഘോഷിയും തരക്കേടില്ല, ആ രീതിയിലാണ്. പിന്നെ ഹക്കീം ഷായും ദീപക് പറമ്പോളും ഉണ്ട്. ഒന്നും പറയാനുണ്ട്, അവരുടെ ക്യാരക്ടേഴ്സിനും അവരുടെ പെർഫോമൻസും നല്ല രീതിയിൽ പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ അമേച്ചർ മേക്കിംഗ് അതായിരുന്നു ഈ പടത്തിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം. അമേച്ചർ മേക്കിംഗ് ഇപ്പോൾ മേക്കിംഗ് സ്റ്റൈലാണെങ്കിലും പോലും സ്ക്രിപ്റ്റ് വൈസ് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിലൊക്കെ ജീത്ത് കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഈ പടത്തിൽ അതുപോലും ഇല്ല. അങ്ങനെ ഒരു ഒന്നാം തരം പരിപ്പുവട ത്രില്ലറാണ് മിറാഷ്.